അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാന്ന് കരുതിയാ. വിളിച്ചോണ്ട് വരാനോ? ഇങ്ങോട്ടോ? അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ? വട്ടാവാതിരിക്കാൻ വേണ്ടിയാ. എന്തു പറ്റിയമ്മേ? ഞാനും ഹരിക്കുട്ടനും കൂടി ഇരുന്ന് ഇന്നലെ രാത്രി കുറെ നേരം ആലോചിച്ചു നോക്കി. സത്യം പറഞ്ഞ അമ്മൂനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട ഒരാവശ്യമില്ലായിരുന്നു നമുക്ക്. ഒരു വാശിക്ക് ചെയ്തതാ. നമ്മൾ അതുപോലെ അവൾ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ, അതിനൊരു പകരം വീട്ടല്. അത് നന്നായില്ലേ ഉള്ളൂ. അതങ്ങനെ തന്നെ വേണമായിരുന്നു. പക്ഷെ നമ്മൾ ഉപേക്ഷിച്ച പിന്നെ അവൾക്ക് ആരാ മോളെ ഉള്ളത്? വല്ല വീട്ടിൽ ചെന്ന് പിച്ചക്കാരി കിടക്കുന്ന പോലെ. ഒന്നുമില്ലെങ്കിലും ഈ വീട്ടിലെ പെൺകുട്ടിയല്ലേ അവള്. വിജയേട്ടന്റെ മോളല്ലേ. ഒരാപത്ത് വരുമ്പോ നമ്മളല്ലാതെ വേറെ ആരുണ്ട് സഹായിക്കാൻ? അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? ഹരീഷേട്ടാ, എന്തൊക്കെയാ അമ്മ പറയുന്നത്? അല്ല, മോൻ പറഞ്ഞത് ശരിയല്ലേ. ഞാനും അമ്മുവിനോട് കുറെ നീതികേട് കാണിച്ചു. എല്ലാവരും ഒത്തുപോകുന്നതല്ലേ നല്ലത്. അത്രയും ടെൻഷൻ കുറഞ്ഞു കിട്ടുമല്ലോ. ഇപ്പൊ അമ്മൂനെ പൊട്ടിപ്പണിനെയും കൂടി വിളിച്ചോണ്ടിരാൻ പോവാ? ഇനിയുള്ള കാലം നമുക്ക് വഴക്കും വയ്യാവേലിയും ഒന്നും വേണ്ട. വേണ്ട വേണ്ടമ്മേ, അവളെ വിളിക്കണ്ട. എനിക്കിഷ്ടമല്ല. അങ്ങനെ എല്ലാവരുടെ ഇഷ്ടം നോക്കാൻ പറ്റുമോ? എനിക്കിപ്പോ മനസ്സിലായി. നരേന്ദ്രൻ തമ്പി ജയിലിൽ ചാടിയ ശേഷം ഇവിടെ ഒറ്റൊരെണ്ണത്തിനും ധൈര്യമില്ല. അയാളെ പേടിച്ചല്ലേ അമ്മയും മോനും കൂടി അമ്മൂനെ വിളിക്കാൻ പോകുന്നത്. ആർക്ക് പേടി? പേടിയൊന്നുമില്ലടി. അവൾ ഇവിടെ വന്ന കുടുംബ ചെലവൊക്കെ അവള് നോക്കിക്കോളും. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഞാൻ ഇതിനെല്ലാം സമ്മതിച്ചത്. കൊള്ളാം, രണ്ട് ധൈര്യശാലികൾ. ചെന്ന് കൂട്ടിക്കൊണ്ടുവാ. 2 ആഴ്ചക്കകം അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്റെ പേര് മാറ്റിയിട്ടോ. നീ വാടാ, പോവാം. ഇവിടെ ഒരു സാധനം വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഈ ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന മാറ്റ് വേണോ? അതെവിടെ ഇഷ്ടം പോലുണ്ട്. അപ്പോ ബെഡ്ഷീറ്റോ? ഫ്ലോർ മാറ്റ് വേണോ? ചവിട്ടി? ദൈവത്തെ ഓർത്തൊന്ന് പോകാമോ? കുറച്ച് വെയിറ്റ് ചെയ്യണേ. അല്ല, ഇതാരാ വരുന്നേ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? ഞാനിവിടേക്ക് ഒരിക്കലും വന്നിട്ടുണ്ടല്ലോ വിജയേട്ടന്റെ കൂടെ. കേറി വാ സുധർമ്മേ. മോനാണോ കൂടെ? അതെ. വീട്ടിൽ കയറി വരുന്ന അതിഥികളെ ദൈവത്തെ പോലെ കാണണമെന്നാ. എന്നാലും നിന്നോടെങ്ങനെ ചോദിക്കാതിരിക്കും സുധർമ്മേ? നീയും നിന്റെ മോനും കൂടെ എന്തൊക്കെ അതിക്രമങ്ങളാ കാട്ടിക്കൂട്ടുന്നേ? അതിനൊക്കെ പ്രതിവിധി ചെയ്യാൻ കൂടി വേണ്ടിട്ടാ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത്. എന്ത് പ്രതിവിധി? ഒക്കെ പറയാന്നേ. അമ്മു ഇല്ലേ ഇവിടെ? നീ പാലപ്പടിക്കേന്ന് ഇറക്കി വിട്ടേ പിന്നെ അവൾ ഇവിടല്ലേ താമസം? ഞാൻ ഇറക്കി വിട്ടില്ല അമ്മായി. അവൾ അമ്മയും ആ പൊട്ടിപ്പെണ്ണിനെ വിളിച്ചോണ്ട് തന്നിഷ്ടത്തിന് ഇറങ്ങി പോന്നതല്ലേ. അവിടെ താമസിക്കണമെങ്കിൽ പണ്ടത്തെ പോലെ വേലക്കാരിയെ പോലെ സകല ജോലിയും ചെയ്യണമെന്ന് നീ അവളോട് പറഞ്ഞില്ലേ? ഞാനതൊരു തമാശക്ക് പറഞ്ഞതാ. അവൾ അത് കാര്യമാക്കി എടുക്കുമെന്ന് ഞാൻ ഓർത്തോ? എന്തായാലും ഇന്ന് അമ്മയുടെ തെറ്റിദ്ധാരണ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. കേറി വാ, അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ചായ കുടിക്കേ. കുറെ തെറ്റുകളൊക്കെ എന്റെ ഭാഗത്തും ഉണ്ട് അമ്മായി. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ മോന്റെ ഭാഗത്തും കുറെ തെറ്റുകളുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ചെയ്ത തെറ്റിന് മാപ്പ് പറയല്ലേ ഇനി നിവൃത്തിയുള്ളൂ. തിരുത്താവുന്നതൊക്കെ തിരുത്തണം. ഇനിയുള്ള കാലം എല്ലാവരുമായിട്ട് രമ്യതയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കണം. അങ്ങനൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് പൊടിയമ്മയെ വിളിച്ചോണ്ട് വരികയാ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
അമ്മ വിനീതയുടെ വീട്ടിലുണ്ട്. ഞാൻ ചെന്ന് വിളിച്ച എന്റെ കൂടെ വരികയും ചെയ്യും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് വേറൊരു കടമയുണ്ട്. അമ്മുവിനെ പാലപ്പടിക്കിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് പോണം. അവൾ ഒറ്റയ്ക്കല്ല, മിണ്ടാൻ വയ്യാത്തൊരു പെങ്കൊച്ചു കൂടെയുണ്ട്. അവളും എന്റെ കൂടെ പോരട്ടെ. നിനക്ക് എന്തു പറ്റി സുധർമ്മേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം? പെട്ടെന്നല്ല അമ്മായി, ഞാൻ കുറെ ദിവസമായി ഇതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. എന്തൊക്കെയായാലും എന്റെ വിജയേട്ടന്റെ മോളല്ലേ അമ്മു. വിജയേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അമ്മുവിനെ തിരിച്ചു വിളിക്കണമെന്ന് എന്റെ മനസാക്ഷി എന്നോട് മന്ത്രിച്ചു. നരേന്ദ്രൻ തമ്പി ജയിലിൽ ചാടിയ ശേഷമാണോ മനസാക്ഷി മന്ത്രിച്ചത്? അതോ അതിനു മുമ്പായിരുന്നോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രായമായവരോട് ഒരു ബഹുമാനവും. അവരോട് എങ്ങനെ പെരുമാറണമെന്നും അറിയില്ല. ദേ ഇവന്റെ സ്വഭാവം അങ്ങനെ തന്നെയാ. പക്ഷേ ഇപ്പൊ കുറെ മാറ്റമുണ്ട്. ഞാൻ ഉപദേശിച്ച് മടുത്തു. നീ വിളിച്ച അമ്മു വരുമോന്ന് എനിക്കറിയില്ല. അവള് മുകളിലുണ്ട്, നീ ചെന്ന് വിളിച്ചു നോക്ക്. അവൾ എന്റെ കൂടെ വരും അമ്മായി. ഒരാള് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോ പിന്നെയും വൈരാഗ്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. അവളെ ആ പൊട്ടിപ്പെണ്ണിനെയും എത്രയും വേഗം ഇവിടുന്ന് വിളിച്ചോണ്ട് പോയാ അത്രയും ഉപകാരം. നീ ചായ കുടിച്ച് തീർക്ക് സുധേ. ഇവന്റെ പേരെന്താ? ഹരീഷ്. അവനെന്താ ഒന്നും മിണ്ടാത്തെ? അവനിവിടെ ആദ്യം വരുമല്ലേ. അറിയാത്ത സ്ഥലം, അപരിചിതരായ ആളുകളും. ഇവന് മനംമാറ്റം വല്ലതും ഉണ്ടോ? കൊറേ മാറി അമ്മായി. ഞാൻ ഉപദേശിച്ചപ്പോ നല്ല സ്വഭാവമായി. വാ മോനെ, നമുക്ക് മോളിൽ പോയി അമ്മൂനോട് വിവരം പറയാം. അമ്മൂന്റെ മുറി ഏതാ? ഞാൻ വിളിക്കാം. ചേച്ചി, ചേച്ചി, അമ്മൂസേ. ഹലോ, അകത്ത് കള്ളനോട്ടടിയാ. അതാ എപ്പോഴും വാതിൽ അടച്ചിട്ടിരിക്കുന്നെ. ആ, അടിച്ചു തീർന്നോ? എന്ത് കള്ളനോട്ട്? എടി ഞാൻ ചേച്ചിക്ക് 2 ഗസ്റ്റ്. എന്റെ ഗസ്റ്റുകളോ? ആ, വാ. പ്രതി ഹാജരുണ്ട്. ചേച്ചിയെ കാണാനേ അവര് വന്നിരിക്കുന്നെ. എന്നെ കാണാനോ അതോ എന്നെ ഇവിടെ ഓടിക്കാനോ? അമ്മു, നിനക്ക് ഞങ്ങളോട് ദേഷ്യവും വിരോധവും പകയും ഒക്കെ ഉണ്ടെന്നറിയാം. ആർക്കായാലും ഉണ്ടാവും. കാരണം നിന്നെ ഞാൻ അതിനു മാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. ചുമ്മാ, ഞാൻ നിങ്ങളല്ലേ ദ്രോഹിച്ചിട്ടുള്ളത്? നീ കളിയാക്കിക്കോ. ഞങ്ങൾ അതും അർഹിക്കുന്നവരാ. ഞാൻ മാത്രമല്ല, എന്റെ മകനും നിന്നെ കുറെ ദ്രോഹിച്ചു. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. നിന്നോട് ക്ഷമ ചോദിക്കാൻ വന്നതാ. ഓ, എന്നോടും എന്റെ മോനോടും നീ ക്ഷമിച്ചേക്കണേ മോളെ. ഒന്നുമില്ലെങ്കിലും നിന്റെ ചെറിയമ്മയല്ലേ ഞാൻ. നിന്റെ അമ്മയുടെ സ്ഥാനമില്ലേ എനിക്ക്? മോനെ, നീ ഇവളോട് ക്ഷമ ചോദിക്കേ. ഇവൾക്ക് വിശ്വാസം വരുന്നില്ല. അമ്മോ, എന്റെ ഭാഗത്തുനിന്നും കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്.
എല്ലാറ്റിനും ഞാൻ മാപ്പ് ചോദിക്കുക. ഇനി ഒരിക്കലും ഞാൻ നിനക്കൊരു ദ്രോഹം ചെയ്യില്ല. അണലി എന്ന് പേരുള്ള ഒരു തരം വിഷപ്പാമ്പുണ്ട്. അതിങ്ങനെ എണീറ്റ് നിന്ന് ക്ഷമ ചോദിക്കുന്ന പോലെയുണ്ട് കണ്ടിട്ട്. അമ്മു, നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അത്രയധികം ഞങ്ങൾ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും ചെയ്തു പോയതാ. നീ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇവിടെ മാപ്പ് വല്ലതിരിപ്പുണ്ടോ മോളെ? ആ ഒരു സാധനം മാത്രം ഇവിടെ ഇല്ല. അമ്മു മോളെ, നീ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് നിന്നോട് ഒരു വിരോധമില്ല. ഇനി മുതൽ നമുക്ക് പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും കഴിയാം. നീ പാലപ്പടിക്കിലേക്ക് തിരിച്ചു വരണം. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിരിക്കുന്നേ. സോറി, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. പെട്ടെന്നടുക്കുന്ന ശത്രുവിനെയും പെട്ടെന്നകലുന്ന മിത്രത്തെയും സൂക്ഷിക്കണമെന്ന് പഴമക്കാര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ നിൽക്കുന്ന മകനെ തരുമ്പ് പോലും വിശ്വാസമില്ല എനിക്ക്. ഇവന് നിന്റെ സഹോദരന്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ലേ നിനക്ക്? ഇവൻ ഇപ്പൊ നിന്നോട് യാതൊരു ശത്രുതയില്ല. പക്ഷേ എനിക്ക് ശത്രുതയുണ്ട്. എന്റെ അച്ഛന്റെ ജീവൻ എടുത്തവനല്ലേ. എന്റെ ചങ്കിൽ അണയാതെ കത്തുന്ന തീയാ ഇപ്പോഴും അത്. അത് കിടണമെങ്കിൽ ഇവന്റെ ചിതയിലെ തീയും കിടണം. നിങ്ങളുടെ ക്ഷമ ചോദിക്കലിന്റെ ആത്മാർത്ഥത എത്രയുണ്ടെന്ന് നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. പോയി മാപ്പ് ചോദിച്ചിട്ട് വീട്ടിൽ കയറിയാൽ മതിയെന്നും പറഞ്ഞ് ആരോ ഉന്തി തള്ളി വിട്ടതുപോലെയുണ്ട്. കേട്ടോ അമ്മ ഇവള് പറയുന്നത്? ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാല് പിടിക്കണം, പിടിക്കാം. അയ്യോ, എന്റെ മോളെ നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അവിടെ നിന്ന് പോരുമ്പോ എങ്ങനെ ഇരുന്നതാ? നീ ഒന്നും കഴിക്കുന്നില്ലേ കൊച്ചേ? നിന്നെ അമ്മൂനെ പാലപ്പടിക്കിലേക്ക് വിളിച്ചോണ്ട് പോവാൻ വന്നതാ ഞങ്ങള്. പക്ഷെ എത്ര പറഞ്ഞിട്ടും നിന്റെ ചിറ്റമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല. മോളെങ്കിലും ഞങ്ങള് വിശ്വസിക്കേ. ഞങ്ങളുടെ കൂടെ വാ. ചിറ്റമ്മയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വാ. പാലപ്പടിക്കൽ നിങ്ങൾക്ക് ഇനി ഒരു കുഴപ്പം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ദൈവത്തെ ഓർത്തൊന്ന് നിർത്താവോ ഈ നാടകം? വേറെ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി വഴിപാട് കഴിക്കുന്നത് പോലെ. ഞങ്ങൾ പാലപ്പടിക്കലോട്ട് വരുന്നില്ല. നിങ്ങൾ രണ്ടുപേരോടും ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേട്ടോ അമ്മായി, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? നീങ്ങി വാ മോളെ. ഞങ്ങളുടെ മനസ്സ് മാറിയെങ്കിലും അവളുടെ മനസ്സിന് ഒരു മാറ്റമില്ലല്ലോ അമ്മായി. സാരമില്ല, എന്നെങ്കിലും അവൾക്കൊരു മനമാറ്റം ഉണ്ടാവുമായിരിക്കും. ഞാൻ ഇനിയും വരും അമ്മായി. ഒരു ദിവസം അവൾ എന്റെ മനസ്സ് കാണാതിരിക്കില്ല. അന്നെല്ലാം ക്ഷമിച്ച് അവൾ എന്റെ കൂടെ വരും, ഉറപ്പാ. എന്നാ ഞങ്ങൾ പോട്ടെ അമ്മായി. വേറൊരു ദിവസം വരാം. അമ്മായിയും കൂടി അവളോട് കാര്യമായിട്ട് പറയണേ. വാടാ മോനെ, പോവാ.
പ്രേതമല്ല, പിശാചല്ല, ഭൂതമല്ല, മനുഷ്യനാ. നല്ല ഒറിജിനൽ നരേന്ദ്രൻ തമ്പി. എന്റെ ഭാര്യ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? അമ്മ എവിടെയെന്നോ? പോയി. എന്റെ മകളോ? അവളെവിടെ? പോയി. എന്നെ ഒന്നും ചെയ്യല്ലേ നരേന്ദ്ര, എന്നെ ഒന്നും ചെയ്യല്ലേ. രണ്ടോറഞ്ച് പോരെ ഒരു ജ്യൂസിന്? നീ ഒരു ജ്യൂസ് അടിച്ചോടി. എനിക്ക് കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാല്. വൈദ്യന്മാര് പോലും പറയുന്നതാ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടക്കണമെന്ന്. അതേത് വൈദ്യനാ? രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് കേട്ടിട്ടില്ലേ? ആ പഴഞ്ചൊല്ലും നീ പറഞ്ഞതും തമ്മിൽ എന്തുവാ ബന്ധം? ഒരു ബന്ധവുമില്ലേ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇല്ലെങ്കി വേണ്ട, ആർക്കാ നിർബന്ധം വേണമെന്ന്? എന്താ? ഒന്നുമില്ല. ചേട്ടൻ പോയി ഗേറ്റ് പൂട്ടിയിട്ട് വാ, അപ്പോഴേക്കും ജ്യൂസ് റെഡി. എടി, ഒരു ക്യാരറ്റും കൂടി ഇതിലിട്ടോ, നല്ലതാ. ചെല്ലു ചേട്ടാ. അതെ, ആ ഫ്രണ്ടിലെ വാതിലും കൂടെ അടച്ചേക്കണേ. ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് ചേട്ടാ, എടുത്തു കുടിച്ചോ?
എങ്ങനെയുണ്ട് ചേട്ടാ, മധുരമുണ്ടോ?